നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് അറിവ് തരുന്ന കുറച്ച് അവയവങ്ങളുണ്ട് നമുക്ക്. അങ്ങനെ ചുറ്റുപാടുകളെക്കുറിച്ച് അറിവ് തരുന്ന അത്തരം അവയവങ്ങളാണ് മനുഷ്യൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളെന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് ഉള്ളത്. കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്. വളരെ അടിസ്ഥാനമായും ഒരു മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യമാണിത്. പക്ഷേ അടിസ്ഥാനം നന്നായി ഉറച്ചാലേ നമുക്ക് ആരൂഢം ഉറയ്ക്കൂ. PSC പരീക്ഷകളിൽ നമ്മൾ അടിസ്ഥാനം നന്നായി പഠിച്ചു വെച്ചുകൊണ്ട് വേണം വലിയ വലിയ തരത്തിലേക്ക് ഇനി പോവാൻ. ഒരുപാട് വലിയ അറിവുകൾ നമുക്ക് ഇനിയും നേടാനുണ്ട്. അതുകൊണ്ട് നമുക്ക് അടിസ്ഥാനം നന്നായിട്ട് ഉറപ്പിക്കാം. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ 5 പഞ്ചേന്ദ്രിയങ്ങളാണ്, 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക് മുതലായവ. ഈ ഓരോ ജ്ഞാനേന്ദ്രിയവും ഗ്രാഹികളും അതിൻ്റെ ഉദ്ദീപനവുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കണ്ണിൻ്റെ ഗ്രാഹി പ്രകാശഗ്രാഹിയാണ്, അതിൻ്റെ ഉദ്ദീപനം പ്രകാശമാണ്. ചെവിയുടേത് ശബ്ദഗ്രാഹി, ഉദ്ദീപനം ശബ്ദമാണ്. നാക്കിൻ്റെത് സ്വാദഗ്രാഹിയാണ്, അതിൻ്റെ ഉദ്ദീപനം സ്വാദാണ്. മൂക്കിൻ്റെത് ഗന്ധഗ്രാഹിയും ഉദ്ദീപനം ഗന്ധവുമാണ്. ത്വക്കിന് വിവിധ ഗ്രാഹികളാണുള്ളത്. കാരണം ത്വക്ക് കൊണ്ട് നമ്മൾക്ക് വേദന അറിയാം, സ്പർശമറിയാം, തണുപ്പറിയാം, ചൂടറിയാം. അപ്പോൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ അഥവാ പഞ്ചേന്ദ്രിയങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്. ഇതിലെ ഓരോ ഗ്രാഹികളും അതിൻ്റെ ഉദ്ദീപനവും ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്കിതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതും നമുക്കറിയാവുന്നതുമാണ്. പക്ഷേ പെട്ടെന്ന് ഗ്രാഹി, ഉദ്ദീപനം ഈ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞു പോകാനോ കൺഫ്യൂഷൻ ഉണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് കേട്ട് വെച്ച് പഠിച്ചിരിക്കുക.